ഒടുവിൽ പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന് തന്നെ സമ്മതിക്കേണ്ടി വന്നു സി പി എമ്മിനുള്ളിൽ ചാരന്മാരുണ്ടെന്ന്. ചാരന്മാർ എന്ന് പറഞ്ഞാൽ നാനാ വിഭാഗം ചാരന്മാരാണ്. പാർട്ടിക്കുള്ളിൽ എന്ത് നടക്കുന്നു അത് നേരെ വലതു മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മനോരമ പോലുള്ള പത്രങ്ങൾക്ക് ചോർത്തി നൽകുക. അത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ജില്ലാ സമ്മേളനം നടക്കുകയാണല്ലോ. ജില്ലാ സമ്മേളനം പാർട്ടി റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കും. ആ പ്രതിനിധി സമ്മേളനം, പാർട്ടി ജില്ലയുടെ റിപ്പോർട്ടിംഗ്, ഇതെല്ലാം പിറ്റേ ദിവസം പത്രത്തിൽ അതുപോലെ വരികയാണ്. ഈ ജില്ലാ സമ്മേളനമൊക്കെ രഹസ്യമായിട്ട് നടക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ റിപ്പോർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ്. ഈ റിപ്പോർട്ട് തന്നെ അതേപോലെ ചോർത്തി കൊടുക്കുകയാണ്. അതേപോലെ പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ അടിച്ചു വരികയാണ്. അതാണ് പറയുക. അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ചാരന്മാരുണ്ട്. അതുകൊണ്ട് ഈ പ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് പറയണം. നിങ്ങൾ ഈ നേതാക്കൾക്കെതിരെ വലിയ വാ തുറന്ന് കാര്യങ്ങൾ പറയുമല്ലോ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ വലിയ വാ തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അതേപടി നാളത്തെ പത്രങ്ങളിലും അല്ലെങ്കിൽ നാളത്തെ ചാനലുകളിലുമൊക്കെ ചർച്ചയായിട്ട് വരും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട സമയമാണിതെന്ന് പാർട്ടി സെക്രട്ടറി ഓർമ്മിപ്പിക്കുമ്പോഴും പ്രതിനിധികൾ വാ തുറന്ന് തന്നെ പറഞ്ഞു. AC മൊയ്തീൻ വളരെ മോശപ്പെട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കരുവന്നൂർ ബാങ്കിലെ അഴിമതി നടന്നപ്പോൾ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്നേ ഇയാൾ നേരെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്രമാത്രം അവമതിപ്പ് പാർട്ടിക്കുണ്ടാകുമായിരുന്നില്ല. പാർട്ടി എല്ലാ ED ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് നിർത്തിയ വ്യക്തിയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ AC മൊയ്തീൻ ആരുടെ അനുവാദത്തോടു കൂടിയാണ് പോയത്? അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയില്ലേ എന്ന് പ്രതിനിധികൾ ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടിയില്ലേ? എന്ത് പറയും? AC മൊയ്തീനും തലമുതിർന്ന നേതാവല്ലേ. മൊയ്തീൻ പോയത് എന്ത് പറയാൻ പറ്റും? മൊയ്തീനൊരു ബോധം വേണ്ടേ? മൊയ്തീൻ പോയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് പ്രതിനിധികൾ പറയുന്നു. അതുപോലെ നവകേരള സദസ്സ് എന്ന് കേട്ടപ്പോൾ പാവം പാർട്ടി പ്രതിനിധികൾ, പ്രത്യേകിച്ച് വനിതാ സഖാക്കളൊക്കെ കരുതി എന്താണ്, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയെ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി സഖാവ് ഇതെന്ത് പറയുന്നു, ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി നേടിയെടുത്ത ജനപിന്തുണയ്ക്ക് അപ്പുറം പിണറായി വിജയനും സംസ്ഥാനത്തെ മന്ത്രിമാർക്കും ജനപിന്തുണയുണ്ട് എന്ന് കാണിക്കാൻ നടത്തുന്ന ഒരു പരിപാടിയാണ് നവകേരള സദസ്സെന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വനിതാ സഖാക്കൾ വിചാരിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നാട് നീളെ ഓടി നടന്ന് അമ്മാമ്മമാരുടെ കയ്യിൽ നിന്ന് പരാതികളൊക്കെ എഴുതി വാങ്ങി, എന്തൊക്കെ ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ വരൂ, നമുക്ക് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ തരപ്പെടുത്താം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ എഴുതി വാങ്ങി അവരെയും പൊക്കിപ്പിടിച്ച് നവകേരള സദസ്സിലെത്തി. പരാതികളൊക്കെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു. മുഖ്യമന്ത്രി വന്നു, കൈവീശി കാണിച്ചു, പ്രസംഗിച്ചു. ദാ പോകുന്നു കോടിക്കണക്കിന് രൂപയുള്ള ബസ്സിൽ. എന്താണ്, തിരിഞ്ഞു കളിക്കുന്ന സീറ്റിലിരുന്ന് കൈവീശി കാണിച്ചു, ഒറ്റ പോക്ക്. ആരെടുത്തും മിണ്ടിയതുമില്ല, കാര്യം സംസാരിച്ചതുമില്ല. അതായിരുന്നു നവകേരള സദസ്സ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വനിതാ സഖാക്കൾ എണീറ്റ് നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കേൾക്കെ വിളിച്ചു പറഞ്ഞതാണ്. നാണക്കേടായിപ്പോയി സഖാവേ, ഗോവിന്ദൻ സഖാവേ, നാണക്കേടായിപ്പോയി. തലയിൽ സാരി ഇങ്ങനെ കൊണ്ട് തല കുനിച്ച് സാരി തലയിൽ ഇട്ടിട്ട് തല കുനിച്ച് നടക്കേണ്ട ഗതികേടിലായിപ്പോയി. ഞങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്, പല വാർഡ് പ്രതിനിധികളൊക്കെയാണ് ഞങ്ങൾ അമ്മാമ്മമാരുടെ കയ്യിൽ നിന്നും അമ്മച്ചിമാരുടെ കയ്യിൽ നിന്നൊക്കെ പരാതികൾ എഴുതി വാങ്ങി, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാകും, എല്ലാം ഉറപ്പാണ്, വികസന ഉറപ്പാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ തീർപ്പാക്കി തരാം എന്ന് പറഞ്ഞ് പരാതി എഴുതി വാങ്ങി നവകേരള സദസ്സിലെത്തിയപ്പോൾ നമ്മുടെ മുഖ്യൻ എന്ത് കാണിച്ചു? കൈവീശി കാണിച്ചു. എന്നിട്ട് കടിച്ചാൽ പൊട്ടാത്ത മലയാളത്തിൽ കുറേ രാഷ്ട്രീയം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൈവീശി കാണിച്ച് കോടികളുടെ വിലയുള്ള ബസ്സിൽ കയറിപ്പോയി. അല്ലാതെ പരാതിക്ക് പരിഹാരമൊന്നും ഉണ്ടായില്ല. ഇത് നാണക്കേടായിപ്പോയി സഖാവേ, നാണക്കേടായിപ്പോയി എന്ന് വനിതാ പ്രതിനിധികൾ വിലപിച്ചു. എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടിയില്ല. എന്നിട്ട് പറഞ്ഞു, ആ ശൈലിയൊക്കെ മുഖ്യമന്ത്രി മാറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ അതൊക്കെ ഇനി ഈ ചാരന്മാർ ചോർത്തി നൽകണം എന്തൊക്കെയാണ് മറുപടി എന്ന്, എങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ചാരന്മാർ ചോർത്തി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് വേറൊന്ന്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, സുരേഷ് ഗോപി ജയിച്ച തെരഞ്ഞെടുപ്പ്. അതിനകത്ത് 86,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു, 76,000 വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി ജയിച്ചു. കോൺഗ്രസിന്റെ വോട്ടാണ് ചോർന്നത് എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പോഴാ പ്രതിനിധികൾ പറയുന്നു 16,196 വോട്ടുകൾ VS സുനിൽകുമാർ കൂടുതൽ പിടിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 16,196 വോട്ടുകൾ VS സുനിൽകുമാർ പിടിച്ചു. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്ന് വിളിച്ചു കൂവരുതാരും. VS സുനിൽകുമാറിന് കിട്ടിയ വോട്ടുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നിഷ്പക്ഷമതികളായ ജനാധിപത്യ മതേതര വിശ്വാസികൾ അദ്ദേഹത്തിന് കൊടുത്ത വോട്ടാണ്, അല്ലാതെ CPM അനുഭാവികൾ കുത്തിയ വോട്ടല്ല. CPM അനുഭാവികൾ മറുകണ്ഠം ചാടി ഹിന്ദു ഭൂരിപക്ഷത്തിനൊപ്പം
ഹിന്ദു വർഗീയതയ്ക്കൊപ്പം ഭൂരിപക്ഷത്തിനൊപ്പം ചാടി സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തി. താമര വിരിയിക്കാൻ CPM-കാരും CPI-കാരും വോട്ട് കുത്തിയിട്ടുണ്ടെന്ന് അവിടെ പുരുഷ സഖാക്കൾ എണീറ്റ് നിന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. തീർന്നില്ലേ? MV ഗോവിന്ദൻ മാസ്റ്റർ എന്ത് ചെയ്യും? പറഞ്ഞു, ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറിയേ തീരൂ. ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് പുതിയ സെക്രട്ടറിയൊക്കെ ഇന്ന് വൈകുന്നേരം തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഒന്ന് കലക്കി മറിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കുറച്ചധികം കാര്യങ്ങൾ പിടികിട്ടി കാണും തൃശ്ശൂർ ജില്ലയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. കാരണം ഏറ്റവും അധികം പ്രശ്നബാധിത മേഖലയായിരുന്നു തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയും പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികൾ എന്തൊക്കെ പറയും, അല്ലെങ്കിൽ പ്രതിനിധികൾ പറഞ്ഞതിന് മുഖ്യമന്ത്രി എന്തൊക്കെ മറുപടി പറയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.